ഓം ശാന്തി. 2/5/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഈ ഡ്രാമയ്ക്കുള്ളിൽ വിനാശത്തിന്റെ ഭാഗം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിനാശത്തിന് മുൻപ് കർമാതീതമാകണം. ചോദ്യം: ബാബയുടെ ഏത് ശബ്ദത്തിന്റെ ആകർഷണമാണ് സന്മുഖത്ത് വളരെയധികം ഉണ്ടാകുന്നത്? ഉത്തരം: നിങ്ങൾ എൻ്റെ കുട്ടികളാണ് എന്ന് ബാബ എപ്പോഴാണോ പറയുന്നത്, അപ്പോൾ ഈ വാക്കുകളുടെ ആകർഷണം സന്മുഖത്ത് വളരെയധികം ഉണ്ടാകുന്നു. സന്മുഖത്ത് കേൾക്കുമ്പോൾ വളരെ നന്നായി തോന്നുന്നു. മധുബൻ എല്ലാ കുട്ടികളെയും ആകർഷിക്കുന്നു. കാരണം ഇവിടെയാണ് ഈശ്വരീയ പരിവാരം. ഇവിടെ ബ്രാഹ്മണരുടെ സംഘടനയാണ്. ബ്രാഹ്മണർ പരസ്പരം ജ്ഞാനത്തിന്റെ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നു. ഗീതം: നമ്മുടെ തീർത്ഥസ്ഥാനം വേറിട്ടതാണ്. ഓം ശാന്തി. കുട്ടികൾക്കറിയാം, നമ്മൾ അവിനാശി യാത്ര അഥവാ ആത്മീയ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നമ്മൾ മൃത്യു ലോകത്തിലേക്ക് തിരിച്ചു വരികയില്ല. മനുഷ്യർക്ക് ഇങ്ങനെയും ഒരു യാത്രയുണ്ടെന്നതും അവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു വരേണ്ടതില്ല എന്ന കാര്യവും അറിയുക തന്നെയില്ല. നിങ്ങൾ ഭാഗ്യ നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇത് പക്ക ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ ആത്മാക്കളാണ് പാർട്ട് അഭിനയിക്കുന്നത്. ഞാൻ ആത്മാവ് ഈ വസ്ത്രം ധരിച്ച് പാർട്ട് അഭിനയിക്കുകയാണ്. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് സാധാരണ നാടകത്തിൽ പറയുകയില്ല. അവർ സ്വയത്തെ ശരീരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനമുണ്ട്. ഞാൻ ആത്മാവാണ്. ഈ ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അടുത്ത വസ്ത്രം ധാരണ ചെയ്യണം. ഇത് 84 ജന്മങ്ങളുടെ പഴയ വസ്ത്രമാണ്. ഇതുപേക്ഷിച്ച് പുതിയ ലോകത്തിൽ പുതിയ വസ്ത്രം ധരിക്കണം. ഈ ലക്ഷ്മി നാരായണൻ പുതിയ വസ്ത്രമാണല്ലോ ധരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ രാജധാനിയിലേതു തന്നെയാണല്ലോ. നിങ്ങളും ഇതുപോലെ പുതിയ ദൈവിക വസ്ത്രം ധരിക്കാൻ പോകും. ഞങ്ങൾ നിർഗുണരാണ്, ഞങ്ങളിൽ ഒരു ഗുണവുമില്ല എന്ന് നിങ്ങൾ ഇവിടെ പറയും. ബാബ തന്നെയാണ് പിന്നീട് ഇതുപോലെ ഗുണവാനാക്കി മാറ്റുന്നത്. ബാബ പറയുന്നു, എനിക്കും പാർട്ടുണ്ട്. വന്ന് നിങ്ങളെ വീണ്ടും നിർവികാരിയാക്കി മാറ്റുന്നു. ഇവിടെ ഇത് ജീവൻ ബന്ധന ധാമമാണ്, രാവണ രാജ്യമാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ പതീതത്തിൽ നിന്ന് പാവനവും പാവനത്തിൽ നിന്ന് പതീതവുമായി എങ്ങനെ മാറുന്നു? നിങ്ങൾ കുട്ടികൾക്കറിയാം, കലിയുഗം ഇരുട്ടാണ്. ഇപ്പോൾ രാവണ രാജ്യത്തിന്റെ അന്ത്യമാണ്. ഇപ്പോൾ രാമരാജ്യത്തിന്റെ ആരംഭമാകേണ്ടതാണ്. ഇത് സംഗമമാണ്. കൽപ്പത്തിലെ സംഗമയുഗത്തിൽ ബാബയ്ക്ക് വരേണ്ടതായിട്ടുണ്ട്. ലോകത്തിലുള്ളവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ വിനാശത്തിന്റെ സമയമാണ്. സ്ഥാപനാർത്ഥം ഭഗവാൻ എവിടെയോ ഗുപ്തവേഷത്തിലുണ്ട്. നിങ്ങൾ ആത്മാക്കളും ഇപ്പോൾ ഗുപ്തവേഷത്തിലാണ്. ആത്മാവ് വേറെയാണ്, ശരീരം വേറെയാണ്. ഈ മനുഷ്യ ശരീരം ഗുപ്തവേഷമാണ്. ബാബയ്ക്കും ഇതിലേക്ക് വരണം. നിങ്ങളുടെ ശരീരത്തിന് പേര് വെച്ചിട്ടുണ്ട്. ബാബയ്ക്കാണെങ്കിൽ ശരീരം തന്നെയില്ല. നിങ്ങളും ആത്മാവാണ്, ബാബയും ആത്മാവാണ്. ആത്മാവിന് ആത്മാവിനോടാണ് മോഹമുള്ളത്. പാടാറുണ്ട്, മറ്റെല്ലാ കൂട്ടുകെട്ടും വിട്ട് അങ്ങയുടെ കൂട്ടുകെട്ടുമായി ചേരാം. എങ്ങനെയാണോ അങ്ങ് മോഹജീത്ത്, അതുപോലെ ഞങ്ങളും മോഹജീത്തായി മാറും. ബാബ വളരെ മോഹജീത്താണ്. കാമചിതയിലിരുന്ന് കത്തിത്തീർന്ന എത്രയധികം കുട്ടികളാണ്. പരംപിത പരമാത്മാവ് വന്നിരിക്കുന്നത് തന്നെ പഴയ ലോകത്തിന്റെ വിനാശം ചെയ്യാനാണ്. പിന്നെ എങ്ങനെ മോഹമുണ്ടാകും? എപ്പോഴാണോ പതിതരുടെ വിനാശമുണ്ടാകുന്നത്, അപ്പോഴാണ് ശാന്തിയുടെ രാജ്യം ഉണ്ടാകുന്നത്. ഈ സമയം ഒരാൾക്കും തന്നെ സുഖം ഉണ്ടാകുന്നില്ല.
എല്ലാവരും തമോപ്രധാന ദുഃഖിയായി മാറിക്കഴിഞ്ഞു. ഇത് പതീത ലോകം തന്നെയാണ്. ശിവബാബ തന്നെയാണ് വന്ന് സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. ഇതിന് ശിവാലയം എന്ന പേരാണ് വെച്ചിരിക്കുന്നത്. ശിവബാബയാണ് ദേവതകളുടെ രാജധാനി സ്ഥാപിച്ചിട്ടുള്ളത്. അതാണ് ചൈതന്യ ശിവാലയം. ബാക്കിയുള്ള ശിവാലയത്തിൽ ശിവന്റെ ചിത്രമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലക്ഷ്മി നാരായണൻ സ്വർഗത്തിന്റെ അധികാരിയായിരുന്നു, പൂജ്യരായിരുന്നു. ഇപ്പോൾ വീണ്ടും പൂജ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. നിങ്ങൾ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോയി അവരുടെ മുന്നിൽ തല കുനിക്കാറില്ല. നിങ്ങൾ അവരുടെ രാജധാനിയിൽ ചൈതന്യത്തിൽ പോകുന്നവരാണ്. അറിയാം, ഞങ്ങൾ ദേവതകളായിരുന്നു. എന്നാൽ ഇപ്പോഴല്ല. ആരാണോ ആദ്യം വന്നു പോയത് അവരുടെ ചിത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്. ബിർളയാണ് കൂടുതലും ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാൽ അവരുടെയും സേവനം ചെയ്യണം. നിങ്ങൾ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രമെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിച്ചു തരാം. യുക്തിയോടുകൂടി ഈ ഗിഫ്റ്റ് നൽകണം. ബാബ സേവനത്തിനുള്ള യുക്തികളാണ് പറഞ്ഞു തരുന്നത്. മാതാക്കൾ പോയി പറയണം, നിങ്ങൾ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രമെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷേ അവരുടെ ജീവിത കഥയെക്കുറിച്ച് അറിയുന്നില്ല. ഞങ്ങൾക്കറിയാം, മനസ്സിലാക്കി തരാനും സാധിക്കും. മനസ്സിലാക്കി കൊടുക്കുന്നവർ നല്ല യുക്തിയുള്ളവരായിരിക്കണം. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരാറുണ്ടല്ലോ. ബാബ പറയുന്നു, അഥവാ ഒഴിവ് കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഓർമ്മിക്കൂ. നമ്മൾ ശിവബാബയുടെ സന്താനമാണെന്ന് അറിയാമല്ലോ. മുരളിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ വരുന്നതിലൂടെ ഓർമ്മയുടെ യാത്ര നല്ലതായിരിക്കും, വീട്ടിലിരിക്കുന്നതിൽ ഓർമ്മയുടെ യാത്ര കുറവായിരിക്കും എന്നൊന്നുമില്ല. മേഘം വരുന്നത് ഉന്മേഷം വീണ്ടെടുത്ത് തരുന്നതിനാണ്. നിങ്ങൾ വരുന്നതും ഉന്മേഷം വീണ്ടെടുക്കുവാനാണ്. ബാബയുടെ അടുത്ത് സന്മുഖത്ത് പോകണം. ആത്മാവിൽ ജ്ഞാനമുണ്ട്. സന്മുഖത്തിരുന്ന് കേൾക്കുന്നതിലൂടെ നല്ലതായി തോന്നുന്നു. കാര്യം അതുതന്നെയാണ്. കാണുന്നുണ്ടല്ലോ ശിവബാബ എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. കുട്ടികളെ, നിങ്ങൾ എന്റേതാണ്. നിങ്ങളാണ് 84 ജന്മത്തിന്റെ പാർട്ട് അഭിനയിക്കുന്നത്. നിങ്ങൾ ജനന മരണത്തിലേക്ക് വരുന്നു. ഞാൻ വരുന്നില്ല. ഞാൻ പുനർജന്മം എടുക്കുന്നില്ല. അജന്മാവുമല്ല. വരുന്നുണ്ട്, പക്ഷെ വൃദ്ധന്റെ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നിങ്ങൾ ആത്മാക്കൾ കൊച്ചുകുട്ടികളുടെ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഞാൻ താഴെ പാർട്ട് അഭിനയിക്കാൻ പരംധാമത്തിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ വികാരിയുടെ ഗർഭത്തിലേക്ക് വരുന്നില്ല. എന്നെ തന്നെയാണ് അങ്ങ് തന്നെ മാതാവും പിതാവും എന്ന് പറയുന്നത്. എനിക്കൊരു അച്ഛനോ അമ്മയോ ഇല്ല. ഞാൻ കേവലം ശരീരത്തെ ആധാരമാക്കിയാണ് പാർട്ട് അഭിനയിക്കുന്നത്. നിങ്ങൾ എന്നെ വിളിക്കുന്നത് തന്നെ ദുഃഖമില്ലാതാക്കി സുഖം നൽകുന്നതിനാണ്. ഇപ്പോൾ സന്മുഖത്ത് വന്നിരിക്കുകയാണ്. ആത്മാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ബ്രാഹ്മണർ തന്നെയാണ്. നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഹംസവും കൊറ്റിയുമായി മാറുന്നു. ഇവിടെ നിങ്ങൾ ബ്രാഹ്മണരുടെ സംഘത്തിലാണ്. പരസ്പരം ജ്ഞാനത്തിന്റെ ചർച്ച തന്നെ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ വന്നിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഈ യുക്തിയാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഭോജനം കഴിക്കുന്ന സമയത്തും പരസ്പരം ബാബയെ ഓർമ്മിക്കാനുള്ള സൂചന നൽകിക്കൊണ്ടിരിക്കൂ. വളരെ വലിയ സംഘടനയാണല്ലോ. അവിടെയാണെങ്കിൽ വികാരിയാണ് കൂടെയുള്ളത്. അവരുടെ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ ആരുടെയും ആകർഷണം ഉണ്ടാവുകയില്ല. യോദ്ധാക്കൾക്കൊപ്പമാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കുടുംബം ഇതാണ്. ബുദ്ധിയിലുണ്ടായിരിക്കണം. ആരെ കാണുകയാണെങ്കിലും
അവർക്ക് ബാബയുടെ പരിചയം നൽകി ഭഗവാന്റെ ഓർമ്മയിൽ ഇരുത്തണം. രണ്ടച്ഛനുണ്ടല്ലോ. ലൗകിക അച്ഛനുണ്ടായിട്ട് പോലും ഭഗവാനെ ഓർമ്മിക്കാറുണ്ടല്ലോ. അത് ലൗകിക അച്ഛനാണ്. ലൗകിക അച്ഛനെ ഒരിക്കലും ഗോഡ് ഫാദർ എന്ന് പറയുകയില്ല. ഇത് പാരലൗകിക അച്ഛനാണ്. തീർച്ചയായും ഗോഡ് ഫാദറിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഇങ്ങനെ ഭൂം ഭൂം ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങൾ ബ്രാഹ്മണരാണല്ലോ. സന്യാസിമാരും ഭൂം ഭൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ സുഖം അല്പസമയത്തേക്ക് മാത്രമുള്ളതാണ്. ബാക്കി എത്ര ദുഃഖമാണുള്ളത്. അവർ ഹഠയോഗികൾ, നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. അവരുടെ ധർമ്മം തന്നെ വേറെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സത്യയുഗത്തിൽ നമ്മൾ എത്ര സുഖികളും പവിത്രവുമായിരുന്നു. ഭാരതം പവിത്രമായിരുന്നു. ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. ആരാണോ പവിത്രമായിരുന്നത് അവർ തന്നെയാണ് പതീതമായി മാറിയത്. വിളിച്ചുകൊണ്ടുമിരിക്കുന്നുണ്ട്, അല്ലയോ പതീത പാവന, വരൂ. പിന്നീട് പറയും, പരമാത്മാവ് സർവവ്യാപിയാണ്. ഞങ്ങൾ പോയി ജ്യോതി ജ്യോതിയിൽ ലയിക്കും. പുനർജന്മത്തെ പോലും അംഗീകരിക്കുകയില്ല. അനേക മതമാണല്ലോ. ദിനം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടുമിരിക്കും. ഇതും പറഞ്ഞു കൊടുക്കണം, സന്യാസിമാരുടെ വൃദ്ധി എങ്ങനെയുണ്ടായി എന്ന്. നഗ്ന സന്യാസിമാരുടെയും വർധനവ് ഉണ്ടാകുന്നുണ്ട്. ആര് ഏത് ധർമ്മത്തിലാണോ അതിൽ തന്നെ ഇരിക്കുന്നതിലൂടെ അന്തിമ സ്മൃതി അനുസരിച്ച് ഗതി ഉണ്ടാകുന്നു. ഇതിന്റെ അഭ്യാസം ആരാണോ കൂടുതൽ ചെയ്യുന്നത്, ഏതെങ്കിലും ശാസ്ത്രങ്ങൾ മുതലായവ പഠിക്കുന്നതിലൂടെ അന്തിമത്തിലെ സ്മൃതിക്കനുസരിച്ചാണ് ഗതി. പിന്നീട് കുട്ടിക്കാലം മുതൽ തന്നെ ശാസ്ത്രങ്ങളെല്ലാം മനഃപാഠമായിരിക്കും. ഇപ്പോൾ ബാബ പറയുകയാണ്, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇതാണ്. ഈ ദേഹാഭിമാനത്തിന്റെ കാര്യങ്ങൾ ഉപേക്ഷിക്കൂ. സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഈ ശരീരം കണ്ടുകൊണ്ടും കാണാതിരിക്കൂ. ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിക്കൂ. സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. പരമാത്മാവിനെ ഓർമ്മിക്കൂ. ഇതിൽ വളരെയധികം സമയമെടുക്കും. മായ ഓർമ്മിക്കാനേ സമ്മതിക്കുകയില്ല. അതല്ലെങ്കിൽ വാനപ്രസ്ഥികൾക്ക് വളരെ സഹജമായിരിക്കും. ബാബ സ്വയം പറയുകയാണ്, നിങ്ങൾ ചെറിയവരുടെയും വലിയവരുടെയും എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഒരു വശത്ത് വിനാശം നടന്നുകൊണ്ടിരിക്കുകയും മറുവശത്ത് ജന്മം എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പുനർജന്മം എടുക്കണമെങ്കിൽ വരിക തന്നെ വേണമല്ലോ. കുട്ടികൾ ജന്മമെടുക്കും, പിന്നീട് വിനാശവും ഉണ്ടാകുമല്ലോ. ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം. ചിലർ ഗർഭത്തിൽ വെച്ച് തന്നെ മരിക്കുന്നു, ചിലർ മറ്റെവിടെയെങ്കിലും. എല്ലാം ഇല്ലാതാവുക തന്നെ വേണം. എല്ലാവരും അവരുടെ കണക്ക് അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും. കണക്കുകൾ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. പിന്നീട് അവരും ഭാരരഹിതമാകും. അല്ലാതെ ഇങ്ങനെയല്ല യോഗത്തിലിരിക്കുകയും പാപം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക, അങ്ങനെയല്ല. പല കുട്ടികളും ഒരു വശത്ത് ചാർട്ട് എഴുതിക്കൊണ്ടിരിക്കുകയും പിന്നീട് പറയും, മായ എൻ്റെ മുഖം കറുപ്പിച്ചു എന്ന്. മായ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാകപ്പെട്ടിട്ടില്ല എന്ന് പറയും. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ കുറച്ചു ദിവസം ഇവിടെയുണ്ടാകും, പിന്നീട് തിരിച്ചു പോകും. ഇതെല്ലാം വിനാശമായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. തൻ്റെ ചാർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കൂ. ഞാൻ എത്ര പേർക്ക് വഴി പറഞ്ഞു കൊടുത്തു, എത്ര പേരെ പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചു. ശരീരം, മനസ്സ്, ധനത്തിലൂടെ ആത്മീയ സേവനത്തിൽ സഹായികളായി മാറണം. പറയാറുണ്ട്, മനസ്സിനെ അടിച്ചമർത്താൻ സാധിക്കുകയില്ല. ആത്മാവ് ശാന്തമാണ്. നമ്മൾ ആത്മാവ് നമ്മുടെ പരംധാമത്തിൽ പോയി ഇരിക്കുന്നു.
ലോകത്തിലെ ഒരു സങ്കല്പവും വരികയില്ല. കണ്ണുകളെല്ലാം അടച്ച് ബോധമില്ലാതെ ഇരിക്കുക അങ്ങനെയല്ല. വളരെ പേർ ഇങ്ങനെ പഠിക്കുന്നവരുമുണ്ട്. 10-15 ദിവസം ബോധമില്ലാതെ ഇരിക്കും. ഈ അഭ്യാസം ചെയ്യുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം പിന്നീട് ഉണരുന്നു. ഏതു പ്രകാരമാണോ ഒരു ടൈം ബോംബിന് ഒരു സമയമുണ്ടല്ലോ, ഇത്ര സമയത്തിന് ശേഷം അത് പൊട്ടും. നിങ്ങൾക്കറിയാം, നമ്മൾ യോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ തമോപ്രധാന അഴുക്കുകളെല്ലാം ഇല്ലാതാകുന്നത്, അപ്പോൾ നമ്മൾ സതോ പ്രധാനമായി മാറുന്നു. പിന്നീട് ഈ ശരീരം ഉപേക്ഷിക്കുന്നു. നമ്മളിപ്പോൾ യോഗത്തിൻ്റെ യാത്രയിലാണ്. സമയം ലഭിച്ചിരിക്കുകയാണ്. പിന്നീട് ഈ ശരീരം ഉപേക്ഷിക്കുക തന്നെ വേണം. പിന്നീട് ഇതെല്ലാം അവസാനിക്കും. സമയം ഇങ്ങനെയാണ്. അവസാനം കൊതുകിൻ കൂട്ടത്തിന് സമാനം ശരീരം ഉപേക്ഷിക്കും. വിനാശമുണ്ടാകും. നിങ്ങൾ കർമാതീതാവസ്ഥ പ്രാപിക്കും. പിന്നീട് വിനാശം തുടങ്ങും. വിനാശത്തിൻ്റേത് വളരെ വലിയ ദൃശ്യമായിരിക്കും. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ അവസ്ഥ ഏകരസമായിരിക്കണം. സന്തോഷത്താൽ സദാ ഹർഷിതമായിരിക്കും. ഈ ലോകം അവസാനിക്കുക തന്നെ വേണം. നിങ്ങൾക്കറിയാം, കൽപ്പകൽപ്പം സംഗമയുഗം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിനാശം ഉണ്ടാകും. കേവലം ബോംബുകളല്ല, പ്രകൃതിക്ഷോഭങ്ങളും സഹായിക്കും. അതിനാൽ കുട്ടികൾ ഇതെല്ലാം ബുദ്ധിയിൽ വെക്കണം. ഇപ്പോൾ നമുക്ക് പോകണം. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും വികർമ്മം വിനാശമാകും. ഉയർന്ന പദവിയും നേടും. ആദ്യ കടമ സ്വന്തം കുടുംബത്തോടും സ്നേഹിതരോടുമായിരിക്കണം. സേവനത്തിൽ മുഴുകിയിരിക്കണം. ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ സമ്പത്ത് ലഭിക്കും. സത്യമായ കാര്യമാണ്. അല്ലാഹുവായ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ സമ്പത്ത് നിങ്ങളുടേതാണ്. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറും. ഇപ്പോൾ സമ്പത്ത് നേടണമെങ്കിൽ എന്നെ ഓർമ്മിക്കൂ. ഈ സന്ദേശം നൽകുക എന്നത് കുട്ടികളുടെ കടമയാണ്. ആദ്യവും നൽകിയിട്ടുണ്ടായിരുന്നു. വിനാശം മുന്നിൽ നിൽക്കുകയാണെന്ന് പറയണം. കലിയുഗത്തിന് ശേഷം സതിയുഗം വരും. ബാബ തന്നെയാണ് വന്ന സമ്പത്ത് നൽകുന്നത്. രാവണൻ നരകവാസിയാക്കി മാറ്റുന്നു. ബാബ വന്ന് സ്വർഗവാസിയാക്കി മാറ്റുന്നു. ഭാരതത്തിൻ്റെ കഥയാണ്. ഭാരതവാസികളെ തന്നെയാണ് ഉണർത്തേണ്ടത്. ആദ്യം ശിവക്ഷേത്രത്തിൽ പോയി മനസ്സിലാക്കി കൊടുക്കണം. ബാബ പുതിയ സൃഷ്ടി രചിക്കുന്നവനാണ്. പറയുന്നതിതാണ്, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. നിരാകാരനായ ബാബ വന്നിരിക്കുകയാണ്. ബ്രഹ്മാവിലൂടെ സ്വർഗത്തിന്റെ സ്ഥാപന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. 84 ജന്മം പൂർത്തിയായിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തോളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്. ബാബ തന്നെയാണ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നത്. കുറച്ചെന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് നിങ്ങളുടെ ജോലി. പരിശ്രമം ഒന്നും തന്നെ ഇല്ല. കേവലം വായിലൂടെ പറയണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ദേഹി അഭിമാനിയായി മാറൂ. ശിവന്റെ പൂജാരിമാരുടെ അടുത്തേക്ക് പോകൂ. ലക്ഷ്മി നാരായണന്റെ പൂജാരികളുടെ അടുത്തേക്ക് പോകൂ. അവരുടെ ജീവിത കഥ കേൾപ്പിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ശരീരം മനസ്സ് ധനത്തിലൂടെ ആത്മീയ സേവനത്തിൽ സഹായിയായി മാറണം. എല്ലാവർക്കും അല്ലാഹുവിൻ്റെ പരിചയം നൽകി സമ്പത്തിൻ്റെ അധികാരിയാക്കി മാറ്റണം. വിനാശത്തിന് മുൻപ് കർമാതീതമാകുന്നതിന് വേണ്ടി
ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. 2. ബാബയ്ക്ക് സമാനം മോഹജീത്തായി മാറണം. ആത്മാവിന് ആത്മാവിനോടാണ് മോഹം. അതിനെ മാറ്റി ഒരു ബാബയിൽ മുഴുകിയിരിക്കണം. വരദാനം: സർവശക്തിവാനായ ബാബയുടെ കൂട്ടുകെട്ടിന്റെ സ്മൃതിയിലൂടെ വിഘ്നങ്ങളെ അകറ്റുന്ന പരമാത്മാ സ്നേഹിയായി ഭവിക്കട്ടെ. പരമാത്മാ സ്നേഹികളായ കുട്ടികൾ സദാ പ്രിയതമനെ കൂടെ വയ്ക്കുന്നതിനാൽ അവരുടെ മുന്നിൽ ഒരു പ്രശ്നങ്ങളും വരില്ല. ആരുടെ കൂടെയാണോ സ്വയം സർവശക്തിവാനായ ബാബയുള്ളത്, അവരുടെ മുന്നിൽ പ്രശ്നങ്ങൾക്ക് നിൽക്കാനാവില്ല. പ്രശ്നങ്ങളെ അവ വരുമ്പോൾ തന്നെ ഇല്ലാതാക്കിയാൽ പിന്നെ അവ വർദ്ധിക്കുകയില്ല. ഇപ്പോൾ പ്രശ്നങ്ങളുടെ ബർത്ത് കൺട്രോൾ ചെയ്യൂ. സദാ ഓർമ്മിക്കൂ, എനിക്ക് സമ്പൂർണതയെ സമീപത്തെത്തിക്കണം. മാത്രമല്ല, പ്രശ്നങ്ങളെ ദൂരേക്ക് അകറ്റുകയും വേണം. സ്ലോഗൻ: പ്രിയപ്പെട്ടവരായി മാറാനുള്ള പുരുഷാർത്ഥമല്ല, വേറിട്ട അവസ്ഥ അനുഭവം ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്താൽ സ്വതവേ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറാനാകും. അവ്യക്ത സൂചന: സദാ സുസ്ഥിരവും അചഞ്ചലവുമായ ഏകരസസ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. സമയമനുസരിച്ച് അനേക പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ വരും. ചില വളരെ നല്ല അനന്യ കുട്ടികൾ പോലും മായയ്ക്ക് വശപ്പെട്ട് എതിരായി മാറുകയും സേവനങ്ങളിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ പരിഭ്രാന്തരാകരുത്. കാരണം ഒന്നുണ്ട്, അവരെ പ്രതി മംഗളഭാവന വെച്ചുകൊണ്ട് ദയ കാണിക്കുക. മറിച്ച് വിഘ്നങ്ങളിൽ പരിഭ്രമിക്കുക, വ്യർത്ഥ സങ്കല്പങ്ങൾ വരിക എന്നിവ താങ്കളെ ഇളക്കാൻ വരുന്നവയാണ്. ആരാണോ ഓരോ ആത്മാവിൻ്റെയും പാർട്ടിനെ സാക്ഷി ദൃഷ്ടാവിൻ്റെ സ്ഥിതിയിലിരുന്ന് നോക്കിക്കാണുന്നത്, അവർ ഉറച്ചതും ഇളകാത്തതുമായ ഏകരസ സ്ഥിതിയിൽ ഇരിക്കുന്നു. ഓം ശാന്തി.